ഇനി എന്താണ് വരാൻ പോകുന്നതെന്ന് കാണാം. അർജുൻ ആയങ്കിക്ക് മറുപടിയുമായി ചെന്നിത്തല. ക്രിമിനൽ കേസുകളിലെ പ്രതി അർജുൻ ആയങ്കി പോലീസിനെ വെല്ലുവിളിച്ചതിൽ മറുപടിയുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ധൈര്യമുണ്ടെങ്കിൽ പിടിക്കാനായിരുന്നു ആയങ്കി പോലീസിനെ വെല്ലുവിളിച്ചത്. ധൈര്യമുണ്ടേൽ പിടിക്കാൻ പോലീസിനോട് പറഞ്ഞവർക്ക് ഇനി എന്താ വരാൻ പോകുന്നതെന്ന് നിങ്ങൾ നോക്കിയാൽ മതി, ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഗുണ്ടകളെ നേരിടാൻ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോവുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിൽ മുഖ്യമന്ത്രി വീഴ്ച വരുത്തിയെന്ന ആക്ഷേപങ്ങളെ ആഭ്യന്തരമന്ത്രി തള്ളിക്കളഞ്ഞു. ദുരന്തബാധിത സ്ഥലങ്ങളിൽ ആദ്യ ദിവസങ്ങളിൽ സന്ദർശനം നടത്തരുതെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് നിർദ്ദേശം നൽകിയിരുന്നതായി ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രി ഒരു ദിവസം മുഴുവൻ റാന്നി, തിരുവല്ല, പത്തനംതിട്ട ജില്ലകളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ടെന്നും ഈ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി പിണറായി പ്രളയസമയത്ത് എത്ര സന്ദർശനങ്ങൾ നടത്തിയെന്നും ചെന്നിത്തല മാധ്യമങ്ങളോട് ചോദിച്ചു. ഓരോ ജില്ലയുടെയും ചുമതലയുള്ള മന്ത്രിമാർ സ്ഥലത്തുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും സുരക്ഷാ ക്രമീകരണങ്ങൾ നടപ്പാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പുനർജനി പദ്ധതിയിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അന്വേഷണം നടത്തിയ ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി ആവർത്തിച്ചു. റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് മുൻ മുഖ്യമന്ത്രി CBIക്ക് അന്വേഷണം കൈമാറാതിരുന്നത്? പരാതിയിൽ യാതൊരു കഴമ്പുമില്ലെന്ന് പിണറായിക്കും അറിയാമായിരുന്നു. എന്റെ മുന്നിൽ വന്ന ഫയലിൽ സതീശനെ ബന്ധപ്പെടുത്താൻ ഒരു തെളിവുമില്ലെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് കേസ് അവസാനിപ്പിച്ചത്. ഇത് മനസ്സിലാകാത്തത് MV ഗോവിന്ദനു മാത്രമാണ്. പിണറായി വിജയൻ പോലും ഒരക്ഷരം മിണ്ടിയിട്ടില്ലെന്നും ചെന്നിത്തല പറഞ്ഞു.